പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ ജോൺ വർഗീസ് ഓരിക്കൽ. അടൂരിൻ്റെ ചരിത്ര വഴികളിലൂടെ എന്ന പങ്ക്തിയിൽ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കണ്ണങ്കോട് സെൻറ്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ചാണ്. ഈ ചർച്ച് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചർച്ചാണ്. ഈ ചർച്ചിൽ ധാരാളം മെമ്പർമാരുള്ള ഓർത്തഡോക്സ് സഭയുടെ ഒരു ചർച്ചാണിത്. ഈ ചർച്ചിന് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത വിശുദ്ധ ബൈബിൾ, അതിൻ്റെ 4 സുവിശേഷങ്ങൾ, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഈ 4 സുവിശേഷങ്ങളും മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്ത വന്യ കായംകുളം ഫിലിപ്പോസ് റമ്പാച്ചൻ ഖബറടങ്ങിയിരിക്കുന്നത് ഈ ദേവാലയത്തിലാണ്. പ്രിയ ഫിലിപ്പോസ് റമ്പാച്ചനെ പറ്റി പറഞ്ഞാൽ, അദ്ദേഹം 1740 കായംകുളത്താണ് പൂജാതനായത്. അദ്ദേഹം മരിച്ചത് 1811. അദ്ദേഹം റമ്പാൻ സ്ഥാനത്തേക്ക് വന്നത് 1794 മാവേലിക്കര പുതിയ പള്ളിയിലാണ് റമ്പാൻ സ്ഥാനം ലഭിച്ചത്. 1806 മുതൽ 1807 വരെയുള്ള ഒരു വർഷക്കാലമാണ് ഈ ബൈബിൾ സുറിയാനി ഭാഷയിൽ നിന്ന് മലയാളത്തിൽ തർജ്ജിമ ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം വിനിയോഗിച്ചത്. അന്നത്തെ മലങ്കര മെത്രാപ്പോലിത്തായുടെ നിർദ്ദേശം അനുസരിച്ച് ആ കാലഘട്ടം 1700 കാലഘട്ടം ഈ ഏരിയകളെല്ലാം സുറിയാനി ക്രിസ്ത്യാനികളായിരുന്നു ഇവിടെ കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ അവർ അന്ന് അച്ഛന്മാർ മാത്രം, അല്ലെങ്കിൽ തിരുമേനിമാർ മാത്രമായിരുന്നു കൂടുതലും ബൈബിൾ ഉപയോഗിച്ചിരുന്നത്. ആ ബൈബിൾ സുറിയാനി ഭാഷയിലുള്ള ബൈബിളായിരുന്നു. സാധാരണക്കാർക്ക് യേശു കർത്താവിൻ്റെ കാര്യങ്ങൾ, ജീവിതം, കാര്യങ്ങൾ ഒക്കെ മനസ്സിലാക്കുവാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് മലങ്കര മെത്രാപ്പോലിത്ത നിർദ്ദേശാനുസരണം ഇത് മലയാളത്തിലോട്ട് തർജ്ജിമ ചെയ്ത് സാധാരണക്കാർക്ക് ഇത് വായിക്കുന്ന തരത്തിലാക്കണം. അത് നമ്മുടെ ആത്മീയതയ്ക്ക് ഒരു 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 പ്രചോദനമാകുമെന്നുള്ള നിലയിൽ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ട പ്രകാരമാണ് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സുറിയാനി ഭാഷയിലെ അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്ന ഈ കായംകുളം ഫിലിപ്പോസ് റമ്പാച്ചൻ ആ ദൗത്യം ഏറ്റെടുത്ത് അത് ചെയ്തത്. അത് ഈ ബൈബിളിന് റമ്പാൻ ബൈബിൾ എന്നും അറിയപ്പെടുന്നു. ഈ ചർച്ചിനെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇത് നിങ്ങളുടെ അറിവിലേക്ക് ഷെയർ ചെയ്തതെന്ന് മാത്രം. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.